അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബൻ വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാനി ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. യാ ബനി ആദമ ഹുസൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ വക്കുലു വഷ്റബു വല തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ബഹുമാന്യരായ ഖത്തർ ഇസ്ലാഹി സെൻറ്റർ പ്രവർത്തകരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാം ആരോഗ്യത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളോട് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് മനുഷ്യനെ പല വിധത്തിലുള്ള രോഗങ്ങൾ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. പഴയകാലത്ത് ആളുകളെ പിടികൂടിയിരുന്നത് സാംക്രമിക രോഗങ്ങളാണ് എങ്കിൽ, പകർച്ചവ്യാധികളായിരുന്നുവെങ്കിൽ, ഇന്ന് മനുഷ്യനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് ജീവിത ശൈലീ രോഗങ്ങളാണ്. ക്യാൻസറും അതേപോലെ തന്നെ ഷുഗറും പ്രഷറും ഹൃദയത്തിൻ്റെ അസുഖവും കൊളസ്ട്രോൾ മൂലമുള്ള അസുഖങ്ങളും കിഡ്നി തകരാറ് മൂലമുള്ള അസുഖങ്ങളും, അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളാണ് മനുഷ്യനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും പഴയ കാലത്തുള്ള ആളുകൾ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പഴയ കാലത്ത് ആളുകൾക്ക് അസുഖങ്ങൾ ഉണ്ടാവാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം അവരുടെ സാമ്പത്തികമായി ഉള്ള പ്രയാസങ്ങൾ തന്നെയായിരുന്നു. നല്ല ഭക്ഷണം, ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ശരീരത്തിൽ ആവശ്യത്തിനുള്ള പോഷക ഗുണങ്ങളില്ലാത്തത് കൊണ്ട് അവർക്ക് പല അസുഖങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പകർച്ചവ്യാധികളൊക്കെ പെട്ടെന്ന് പടർന്നു പിടിക്കാനുണ്ടായിരുന്ന ഒരു കാരണം. രണ്ട്, അവരുടെ വീടും അതേപോലെ സാനിറ്റേഷനുള്ള സൗകര്യങ്ങളുമൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങൾ വേഗത്തിൽ അവരെ പിടികൂടുകയുണ്ടായിരുന്നു. അതേപോലെ അവർക്ക് ആശുപത്രികളിൽ പോകാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു എന്നതിന് പുറമെ തന്നെ അത്തരം ആശുപത്രികളിലേക്ക് അവർക്ക് എത്താൻ, അത് വളരെ ദൂര സ്ഥലങ്ങളിൽ, നമ്മൾക്ക് ഇന്ന് അവൈലബിൾ ആയതുപോലെ അടുത്തടുത്തൊന്നും ആശുപത്രികൾ അന്ന് ഇല്ലായിരുന്നു എന്നുള്ളതും, അവർക്ക് അസുഖങ്ങൾ കൂടാനും മരണപ്പെടാനും ഒക്കെ ഉള്ള സാഹചര്യം അന്ന് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നമ്മൾ പുതിയ സമൂഹം, പുതുതലമുറ, എന്ത് ഭക്ഷണവും അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവർക്ക് കഴിക്കാനുള്ള സാഹചര്യമുണ്ട്. അവർക്ക് ആവശ്യത്തിനുള്ള ചികിത്സാ സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ എല്ലാവർക്കുമുണ്ട്. ഇല്ലാത്തവർക്ക് പൊതു ആരോഗ്യ സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് നിലവിലുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, പണ്ടുള്ള ആളുകൾ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും, ചിലപ്പോൾ വൈകിട്ടും ഭക്ഷണം കഴിക്കും. പക്ഷേ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള മുഴുവൻ ഊർജവും കാലറിയും അവർ ഉപയോഗിച്ച് തീർക്കുമായിരുന്നു. അതായത് ഇപ്പോൾ ഒരു 500 കാലറി അവർ കഴിച്ചിട്ടുണ്ട് എങ്കിൽ, 500 കാലറിയുടെ ഭക്ഷണം അവർ കഴിച്ചിട്ടുണ്ട് എങ്കിൽ, അവർ അധ്വാനിച്ച് ഉച്ചയാകുമ്പോഴേക്ക് അത് തീർന്നിട്ടുണ്ടാകും. പിന്നെ വീണ്ടും ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും അതിനുള്ള അധ്വാനം അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എക്സ്ട്രാ കാലറി ഒന്നും ശരീരത്തിൽ, ഊർജത്തിൻ്റെ ഭാഗങ്ങളൊന്നും ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയുടെ ഒരു പ്രശ്നം എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഒന്നാമത്തെ പ്രശ്നം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പണ്ട് കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര കലോറി കൂടിയ ഭക്ഷണങ്ങളാണ്. അത് കഴിക്കുന്നതിന് വലിയ ആവശ്യത്തിൽ ഒരാൾക്ക് 2000-2500 കാലറി ആണ് ഒരു മനുഷ്യന് ഒരു ദിവസം വേണ്ടത്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാലറിയുടെ അളവ് അതിന് എത്രയോ മുകളിലാണ്. 4000 കാലറി വരെയൊക്കെ ഒരാൾ കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഉപയോഗിച്ച് തീർക്കുന്നില്ല. നമ്മൾ ഏകദേശം 1000-1500 കാലറിയാണ് ഉപയോഗിച്ച് തീർക്കുന്നത്. ബാക്കിയുള്ളത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രൂപത്തിൽ ചെന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഈ അമിതമായിട്ടുള്ള
ഉപയോഗിക്കപ്പെടാത്ത കാലറിയാണ് ഇന്ന് കാണുന്ന പല അസുഖങ്ങളുടെയും കാരണം. അപ്പോൾ പണ്ട് കാലത്ത് അധ്വാനിച്ച് അവരുടെ മസിലിനൊക്കെ നല്ല ശേഷി ഉണ്ടായിരുന്നു, അവരുടെ ഹാർട്ടിൻ്റെ മസിലിനൊക്കെ നല്ല ശേഷി ഉണ്ടായിരുന്നു. ഇതിൽ എല്ലാ പേശികളും അവർക്ക് നല്ല ശക്തമായ പേശികളായിരുന്നു. ഇന്ന് നമ്മുടെ ആളുകൾക്ക് കൈയുടെ വലതു തള്ളവിരലും ചൂണ്ടുവിരലും ഒക്കെ അനക്കാനുള്ള മസിലുകൾക്ക് മാത്രമേ നല്ല പേശികൾ ഉണ്ടാവുള്ളൂ. കാരണം മൊബൈലും അതേപോലെ ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിക്കുന്ന കൈകൾക്ക് മാത്രമേ പേശികൾക്ക് മാത്രമേ ഉപയോഗം ഉണ്ടാവുള്ളൂ. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഈ മസിലുകളൊക്കെ നല്ല ശക്തിയുള്ളതായിരുന്നു. നമ്മൾ ചെയ്യുന്ന ജോലികൾ പലതും സെഡൻഡറി ലൈഫ് ഹാബിറ്റ്സാണ്, അധികം അനക്കം വേണ്ടാത്ത ജീവിത ശൈലികളാണ് നമുക്കുള്ളത്, ജോലികളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുറേ ആളുകൾ എക്സർസൈസ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. എക്സർസൈസ് ചെയ്യുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടങ്ങാൻ വളരെ എളുപ്പമാണ്, അത് തുടരുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഗതിയാണ് ഒരു പരിധി വരെ ആളുകൾക്ക് അസുഖങ്ങൾ കൂടാനുള്ള കാരണം. പിന്നെ പഴയ കാലത്ത് അധികവും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകളായിരുന്നു. അവർക്ക് ഒരു കർഷകൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിളകൾ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് ലാഭം ലഭിക്കുമ്പോൾ അവനുണ്ടാകുന്ന ഒരു മാനസികമായ സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ കാലത്തുള്ള ആളുകളൊക്കെ മാനസികമായി വളരെ സ്ട്രോങ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമുക്ക് ആ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളാണ് പലപ്പോഴും നമ്മുടെ പല പ്രശ്നങ്ങൾക്കും കാരണമാവുന്നത്. പിന്നെ അതേപോലെ തന്നെ പഴയ കാലത്ത് ആളുകൾ കഴിച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ഇന്ന് നമ്മുടെ ആളുകൾ കഴിച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കാരണമാണ് വേറെ ഒരു തലത്തിൽ ആളുകൾ അമിതമായി രോഗികളായി പോകുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്ത് ആളുകൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു കഞ്ഞി എന്ന് വെച്ചിട്ട്. ഇന്ന് കഞ്ഞി നമുക്കാർക്കും വേണ്ട. പനി വരുമ്പം മാത്രമാണ് നമ്മൾ കഞ്ഞി ഉപയോഗിക്കുന്നത്. എന്താണ് കഞ്ഞിയുടെ ഗുണം? അതിൽ ഏകദേശം 107ഓളം തരം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് തവിടുള്ള കഞ്ഞിയിൽ. ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ക്യാൻസറിനോട് പൊരുതുന്ന ഒരു പദാർത്ഥമാണ്. അതായത് ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കുന്ന ഒരു പദാർത്ഥമാണ് ആൻറ്റി ഓക്സിഡൻസ്. ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിവുള്ളൊരു സാധനമാണ്. ആ ഒരു സംഗതിയായിരുന്നു അന്ന് കഞ്ഞിയിലുണ്ടായിരുന്നത്. നല്ല ഊർജ്ജദായകമായിരുന്നു. ഇന്നുള്ള ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, വളരെ കുറച്ച് ആളുകളെ ഉപയോഗിക്കുന്നു. അന്ന് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ് കഞ്ഞി എന്നുള്ളത്. അതിനുശേഷം ചക്കയുണ്ട്. ചക്കയൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട. നമ്മുടെ കപ്പയുണ്ട്, അതേപോലെ വാഴക്കയുണ്ട്. അതൊന്നും ആളുകൾക്ക് പഴയ കാലത്ത് എന്തായിരുന്നോ കഴിച്ചിരുന്നത് അതൊന്നും ഇന്ന് ആളുകൾക്ക് വേണ്ട. ഇന്ന് ആളുകൾക്ക് വേണ്ടത് വേറെ പല രീതിയിലുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഈ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കണം. അപ്പോൾ നമുക്ക് അറിയാം, ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ശാരീരികമായിട്ടുള്ള ആരോഗ്യവും 2 മാനസികമായിട്ടുള്ള ആരോഗ്യവും. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ആരോഗ്യമുള്ള ശരീരത്തെക്കുറിച്ചും അവസാന ഭാഗത്തേക്ക് ആരോഗ്യമുള്ള മനസ്സിനെക്കുറിച്ചും ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്ന് ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളിലുള്ള വ്യത്യാസമായിരുന്നു. രണ്ടാമത്തത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള സംഗതികളാണ് ഉള്ളത്. ഭക്ഷണത്തിലുള്ള സംഗതികൾ വെച്ചാൽ ഒന്ന് നമ്മൾ പ്രധാനപ്പെട്ട കഴിക്കുന്ന ഒരു സംഗതിയാണ് മൈദ ഉപയോഗിച്ചുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. മൈദ ഇന്ന് ഉപയോഗിക്കാത്ത ഒരു സംഗതിയുമില്ല. നമ്മൾ പൊറോട്ടയും കുബൂസും പപ്സും അതേപോലെ സമൂസയും ബർഗറും സാൻഡ്വിച്ചും തുടങ്ങി ഇന്ന് കേക്കും എന്ത് സംഗതി എടുത്ത് നോക്കിയാലും അത് മൈദയുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമുക്ക് കാണാൻ പറ്റും. ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് അഥവാ മൈദ എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഗോതമ്പിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള പദാർത്ഥങ്ങളാണ്. അതിൻ്റെ അകത്ത് ആവശ്യത്തിൽ കൂടുതൽ കലോറി, ഗ്ലൈസീമിക് ഇൻഡെക്സ് ഏകദേശം 71. പെട്ടെന്ന് തടി കൂടാൻ അത് കാരണമാവും. പിന്നെ അതേപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വയറ്റിൽ നിന്നൊക്കെ ശരിക്കും പോകാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഡയറ്ററി ഫൈബർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ സാധനത്തിൻ്റെ അളവ് വളരെ കുറവാണ്. അതേപോലെ തന്നെ ഇത് ഷുഗർ ഉണ്ടാക്കുമെന്ന് ഒരു പഠനത്തിൽ പറയുന്നുണ്ട്. പിന്നെ വിറ്റാമിൻസോ മിനറൽസോ ഒന്നും ആവശ്യത്തിന് ഈ മൈദയ്ക്കകത്തില്ല. ഈ മൈദ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന 2 പദാർത്ഥങ്ങളുണ്ട്. അതിലൊന്ന്
പിന്നെ ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. 2 അലോക്സാൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഈ ബെൻസോയിൽ പെറോക്സൈഡ് ഇതിന് ഈ വെളുത്ത കളറ് നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ഉപയോഗിക്കുന്ന മറ്റ് സംഗതികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് മുടിയുടെ ഡൈ ആണ്. രണ്ടാമത്തത് കൂടിയ അളവിൽ ഇത് എക്സ്പ്ലോസീവ്സ്, പടക്കങ്ങളിലും ബോംബുകളിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ അലോക്സാൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് ഇതിന് ഒരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഫൈൻനെസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് ഇത്. ചെറിയ ജീവികളിൽ, പരീക്ഷണ ജീവികളിൽ ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ ഉണ്ടാക്കുമെന്നും ഷുഗർ ഉണ്ടാക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് മൈദ ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് സാധ്യമല്ല എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ, നമ്മൾ ഒരു ദിവസത്തെ ഭക്ഷണശീലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ ഒരു ഭക്ഷണ പദാർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രോയിലർ ചിക്കൻ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ബ്രോയിലർ ചിക്കൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അകത്ത് ഒരുപാട് അൺഹെൽത്തി ഫാറ്റ്, കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബ്രോയിലർ ചിക്കൻ്റെ ഒരു കുഴപ്പം. പെട്ടെന്ന് വളർന്ന് തൂക്കമാവുന്ന കോഴികളായതുകൊണ്ട്. പിന്നെ ഈ ബ്രോയിലർ ചിക്കൻ അകത്ത് ഉപയോഗിക്കുന്ന, അവയ്ക്ക് വളർച്ചയുടെ സമയത്ത് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. കോളിസ്റ്റിൻ പോലെയുള്ള അപകടകരമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളാണ് ഈ കോഴികളിൽ കുത്തിവെക്കുന്നത്. ഈ കോളിസ്റ്റിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ കിഡ്നിയെ വളരെ ദോഷമായി ബാധിക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ്. ഇത് നിങ്ങൾ ഏതെങ്കിലും ഫാം നടത്തുന്ന ആളുകളോട് പോയി ചോദിച്ചാൽ മനസ്സിലാവും. ഈ ആൻറ്റിബയോട്ടിക് കുത്തിവെക്കുന്നുണ്ട് പല സ്ഥലത്തും നല്ല ഏകദേശം എല്ലാ ഫാമുകളും ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഈ കോഴികൾ ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് മനുഷ്യൻ്റെ കിഡ്നിയെ വളരെ ദോഷകരമായി ബാധിക്കും. അതേപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവും. പിന്നെ കുട്ടികളുടെ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നതല്ല, സ്ഥിരമായി ഉപയോഗിക്കുന്നത്. ഇനി ഇത് തന്നെ ഈ കോഴി നമ്മൾ പലപ്പോഴും ഇപ്പോൾ പൊരിച്ച് തിന്നാൽ പ്രശ്നമാണെന്ന് എല്ലാവർക്കും അറിയാം, കറി വെച്ച് തിന്നാൽ പ്രശ്നമാണെന്ന് എല്ലാവർക്കും. അതുകൊണ്ട് എല്ലാവരും ചുട്ട് തിന്നാൻ വേണ്ടി, അതായത് ഗ്രില്ല് ചെയ്ത് തിന്നാൻ വേണ്ടി പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്രില്ല് ചെയ്യുന്നതിന് ഉള്ള പ്രശ്നങ്ങൾ, ഗ്രില്ല് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഈ ഗ്രില്ല് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചില ഭാഗങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, ചില ഭാഗങ്ങൾ കരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ കരിഞ്ഞു പോയിട്ടുള്ള ഭാഗങ്ങൾ എടുത്ത് കഴിക്കാറുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഈ മാംസവും അതേപോലെ തന്നെ ഫിഷും മത്സ്യവും നമ്മൾ കരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കഴിക്കാൻ പാടില്ല. ഈ കരിഞ്ഞതിൻ്റെ അകത്ത് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞിട്ടുള്ള പദാർത്ഥമുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി അന്നനാളത്തിലും ആമാശയത്തിലും അതേപോലെ തന്നെ ലിവറിലുമൊക്കെ ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഉള്ള വേറൊരു സാധനമാണ് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഷുഗർ ഇൻഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആളുകളിൽ ഷുഗർ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അതേപോലെ വാദസംബന്ധമായ രോഗങ്ങൾക്ക് ഇത് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വയറ്റിന്ന് പോകാൻ വേണ്ടി പ്രയാസം ഉണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളുകൾക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടുകയും അതേപോലെ കൊളസ്ട്രോളിൻ്റെ അളവ് ശരീരത്തിൽ കൂടുകയും ചെയ്യും. പിന്നെ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഫുഡ് കളേഴ്സ്. ഈ ഫുഡ് കളേഴ്സ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മളുടെ ഈ കളേർഡ് ആയിട്ടുള്ള ചിക്കനിലും അതേപോലെ സംഗതികളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ ഏറ്റവും കൂടുതൽ കളർ ഉപയോഗിക്കുന്നത് ബേക്കറി ഐറ്റംസിലാണ്. ചുമന്ന കളറിലും പച്ച കളറിലും മഞ്ഞ കളറിലും ഓറഞ്ച് കളറിലും ഒക്കെ പല സാധനങ്ങളും ലഭിക്കുന്ന സ്ഥലം ബേക്കറികളാണ്. അപ്പോൾ ബേക്കറികളിൽ നമ്മൾ ഈ കഴിക്കുന്ന ഈ സാധനങ്ങൾ അത് ഒരു കൂടിയ അളവിലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നീല കളറിൽ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന, നമ്മൾ മൊജീറ്റോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് നീല കളർ. അതിൽ ബ്രില്യൻ ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ് ഉപയോഗിക്കുന്നത്. അത് കിഡ്നി ട്യൂമർ ഉണ്ടാവുമെന്ന് തെളിയിക്കുന്നുണ്ട്. അതേപോലെ ഇൻഡിഗോ കാർമിൻ എന്ന് പറഞ്ഞൊരു കളറുണ്ട്, അത് തലച്ചോറിൽ ട്യൂമർ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ചുമന്ന കളറിന് ഉപയോഗിക്കുന്ന സിട്രസ് റെഡ് മൂത്രാശയ ക്യാൻസറാണ് ഉണ്ടാക്കുമെന്ന് പറയുന്നത്. അല്ലൂര റെഡ് എന്ന് പറഞ്ഞൊരു സംഗതി ലിംഫോമ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ എരിത്രോസിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് എരിത്രോസിന് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ തണ്ണിമത്തനൊക്കെ ചുമന്ന കളറ്, വത്തക്കയ്ക്ക് ചുമന്ന കളറ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അത് അതേപോലെ ചെറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അത് തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. പിന്നെ മഞ്ഞ കളറിൽ ഉപയോഗിക്കുന്ന ടാർട്ടാറസിൻ, സൺസെറ്റ് യെല്ലോ, അത് അഡ്രിനൽ ഗ്ലാൻഡിൽ ട്യൂമർ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കളേർഡ് ആയിട്ടുള്ള സംഗതികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ
ഇത്തരം ക്യാൻസറുകൾക്കൊക്കെ സാധ്യതയുണ്ട്. കൂടിയ അളവിൽ ഉപയോഗിച്ചാൽ ഇത് ശരീരത്തിന് മാരകമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള. നമ്മൾ പച്ചക്കറി കടയിലേക്ക് പോയി നോക്കിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ പല പ്രയാസങ്ങളും അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കീടനാശിനികൾ തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ആ പച്ചക്കറികളൊന്നും അധിക ദിവസം നമുക്ക് വലിയ വിളവെടുപ്പൊന്നും നടത്താൻ കഴിയില്ല. എന്തുകൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഏതെങ്കിലും കീടങ്ങൾ അതിനെ ആക്രമിക്കുകയും അത് നശിച്ചു പോവുകയും ചെയ്യലുണ്ട്. പക്ഷേ ഈ വലിയ അളവിൽ പച്ചക്കറി ഉണ്ടാക്കുന്ന ആളുകൾ അത് വലിയ അളവിൽ വിളവെടുപ്പ് നടത്തണം എന്നുണ്ടെങ്കിൽ അതിൽ കീടനാശിനി അടിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ സംഗതിക്കും ഉപയോഗിക്കുന്ന കീടനാശിനികളൊക്കെ മനസ്സിലാവും. ഈ മുന്തിരിയൊക്കെ അത് കീടനാശിനിയിൽ മുക്കിയിട്ടാണ് നമുക്ക് വരുന്നത്. ഈ ഏത്തപ്പഴം, വാഴക്ക എന്ന് പറയുന്ന സാധനത്തിൻ്റെ വാഴയുടെ അടിയിലേക്ക് കീടനാശിനി കുത്തിവെക്കാനുള്ള മെഷീൻ വരെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ സംഗതിയിലും ഈ ഇലക്കറികളിലൊക്കെ ഏറ്റവും കൂടുതൽ കീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്. ഈ കീടനാശിനികളെ കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാം, പിന്നെ അതേപോലെ തന്നെ ശ്വാസകോശത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം, പിന്നെ അതേപോലെ തന്നെ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ക്യാൻസറുകളും അതേപോലെ തലച്ചോറിൻ്റെ വികസനത്തിനും അത് പ്രയാസം ഉണ്ടാവും. പ്രായമായ ആളുകളിൽ പാർക്കിൻസോണിസത്തിൻ്റെ അസുഖത്തിന് അത് കാരണമാവാറുണ്ട്. പലതരത്തിലുള്ള തലച്ചോറിലും ലിംഫോമ പോലുള്ള അസുഖങ്ങൾ, തലച്ചോറിൽ ക്യാൻസറുകൾ, ലുക്കീമിയ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ക്യാൻസർ, ലങ് ക്യാൻസർ, അതേപോലെ തന്നെ കിഡ്നി ക്യാൻസർ ഒക്കെ ഈ ഒരു കീടനാശിനിയുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം കൊണ്ട് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറികളൊന്നും തന്നെ നന്നായിട്ട് കഴുകാതെ കഴിക്കാൻ പാടില്ല. മുന്തിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇട്ടതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. തൊലി കളഞ്ഞ് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സംഗതികൾ പരമാവധി, പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും പരമാവധി ഉപയോഗിക്കുക. ഈ പിന്നെ ഇലക്കറികളും അതേപോലെ ക്യാബേജ്, കോളിഫ്ലവർ പോലെയുള്ള സംഗതികളൊക്കെ വളരെ നല്ലതുപോലെ കഴുകിയിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഫ്യൂരിഡാൻ എന്നൊക്കെ പറയുന്ന സംഗതി ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിക്കും. നമുക്കറിയാം, അത് ഡയറക്റ്റ് എടുത്ത് കുടിച്ചാൽ നമ്മൾ മരിച്ചു പോകും. അപ്പോൾ അത് ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഭക്ഷണത്തിലെ മായം എന്ന് പറയുന്നത്. മായം കലരുന്ന ഭക്ഷണങ്ങൾ ഒരുപാട് ഭക്ഷണത്തിൽ മായം കലർത്തി വരുന്നുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു സംഗതി പാലാണ്. പാല് നമ്മൾ അംഗീകൃതമായിട്ടുള്ള സ്ഥലത്ത് നല്ല പാല് വാങ്ങുന്നുണ്ടെങ്കിൽ അത് പല തരം സാധനങ്ങൾ ചേർത്ത് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് കൊഴുപ്പ് ചേർത്ത് വരുന്നുണ്ട്, യൂറിയ ചേർത്ത് വരുന്നുണ്ട്, അതേപോലെ തന്നെ ചിലതിൽ ഡിറ്റർജൻറ്റിൻ്റെ അളവുകൾ വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തേയിലപ്പൊടിയിലും ചായപ്പൊടിയിലും അതേപോലെ കോഫിയിലും മായം ചേർത്തായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ ഗോതമ്പിൽ മായം ചേർത്തായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. വെജിറ്റബിൾസിലുള്ള മായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ പച്ച കളറ് ഉണ്ടാവാൻ വേണ്ടി അത് മാലക്കൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ അകത്ത് മുക്കിയിട്ട് വരുന്ന അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഈ പച്ചപ്പട്ടാണി എന്ന് പറഞ്ഞ സാധനം പച്ച കളറിൽ വരാൻ വേണ്ടി ചെയ്യുന്ന കളറ് തന്നെ ശരിക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ആപ്പിൾ തിളങ്ങാൻ വേണ്ടി അതിൻ്റെ മുകളിൽ വാക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ പഴുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാൽഷ്യം കാർബൈഡ്, മധുരം കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാക്രൻ, അങ്ങനെ പറഞ്ഞ് ഒരുപാട് മായങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ തേനിൽ മായം കലർന്ന് വരുന്നുണ്ട്. പിന്നെ പരിപ്പിന് നീല കളറ് കിട്ടാൻ വേണ്ടി മെലാനിൻ യെല്ലോ എന്ന് നീലല്ല, പരിപ്പിന് മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മെലാനിൻ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ ഉപയോഗിക്കുന്നുണ്ട്. ഈ കളറ് ബ്രെയിൻ ക്യാൻസറിന് കാരണമാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെസ്റ്റിസൈഡ് ഉപയോഗം, ഈ മായം കലരുക എന്നുള്ള ഒരു സംഗതി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അത് മായം കലർന്ന ഭക്ഷണമല്ല എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തേണ്ടതിന്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് നമുക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വിശ്വാസമുള്ള ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ചുറ്റുപാടിൽ നിന്നൊക്കെ ശേഖരിച്ചെടുക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ പാക്കറ്റ് അടച്ച് വലിയ വലിയ കമ്പനികളുടെ സാധനമാണ് വരുന്നത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി നമ്മൾ എടുത്തുകൊണ്ട് വരുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റിനെ പറ്റി അത്രത്തോളം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. നമ്മൾ മുളക് പൊടി വേണമെങ്കിൽ പണ്ട് മുളക് പൊടിയോ അല്ല മഞ്ഞപ്പൊടിയോ നമ്മൾ പൊടിപ്പിച്ചെടുക്കുകയായിരുന്നുവെങ്കിൽ ഇന്നത് നമ്മൾ പാക്കറ്റാക്കി വാങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ റീയൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഒരു പൊരിക്കാൻ ഉപയോഗിക്കുന്ന ഓയിൽ വീണ്ടും വീണ്ടും
ഒരേ ഓയിലിൽ തന്നെ എണ്ണയിൽ തന്നെ പൊരിച്ച സാധനങ്ങൾ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അത് പിന്നെ നമുക്ക് അത് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മൾക്ക് ഈ വറുത്തെടുക്കുന്ന സാധനങ്ങളിലാണ്. അതായത് ചിപ്സ്, അതേപോലെ മിക്സ്ചർ പോലെയുള്ള സാധനങ്ങൾ വലിയ അളവിൽ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ആ എണ്ണ ഒരിക്കലും മാറ്റുന്നില്ല. ഒരേ എണ്ണയാണ് വീണ്ടും 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 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് ഈ എണ്ണ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് അതിൻ്റെ കലോറി വാല്യൂ കൂട്ടും. രണ്ടാമത്തത് പിന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ട്രാൻസ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഇതിൻ്റെ അകത്ത് അളവുകൾ വളരെ കൂടും. ഇത് ക്യാൻസറിനും അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ അസുഖത്തിന്, ഷുഗർ, തടി കൂടാനൊക്കെ കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ആക്രിലമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഡക്റ്റും അതിൻ്റെ അകത്ത് ഉണ്ടായി വരുന്നുണ്ട്. ഇതും ശരീരത്തിന് വളരെ ദോഷകരമായി പലതരം ക്യാൻസറുകൾക്ക് കാരണമാകുന്ന ഒരു കെമിക്കലാണ്. അപ്പോൾ റീയൂസ് ചെയ്യുന്ന എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എണ്ണ ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചിട്ട് അത് ഒഴിവാക്കുക. തുടർച്ചയായി എണ്ണയിൽ ഉപയോഗിക്കുന്ന ഒരേ എണ്ണയിൽ തന്നെ സാധനങ്ങൾ പൊരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും നല്ല എണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തത് വെളിച്ചെണ്ണ തന്നെയാണ്. ബാക്കി എണ്ണകളൊക്കെ അത്യാവശ്യം പ്രയാസകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ വീണ്ടും ചൂടാക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മൾ പലപ്പോഴും പെട്ടുപോകുന്നൊരു സാധനം മിനറൽ ഓയിൽ എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. മിനറൽ ഓയിൽ എന്ന് വെച്ചാൽ പെട്രോളിയത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന സാധനമാണ്. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് പല സ്ഥലത്തും ഈ സാധനങ്ങൾ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മനസ്സിലാവില്ല എങ്ങനെയാണ് ഇത് മിനറൽ ഓയിൽ ആണോ ഉപയോഗിച്ചിട്ടുള്ളതെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കളറില്ല, അതിന് മണമില്ല, അതിന് രുചിയില്ല. അപ്പോൾ ഈ മൂന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റില്ല. ഈ മിനറൽ ഓയിൽ ശരിക്കും വളരെ വലിയ തോതിൽ തൊലിയുടെ ക്യാൻസർ പോലുള്ള സംഗതികൾക്കൊക്കെ ഇത് കാരണമാവുന്നുണ്ട് എന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ നമ്മളെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന പല ഭക്ഷണ സാധനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ചോക്ലേറ്റ്, ഐസ്ക്രീം, കേക്ക്, കൊക്കോകോള, പെപ്സി പോലെയുള്ള ഗ്യാസ് നിറച്ചിട്ടുള്ള ഡ്രിങ്ക്സ്, പിന്നെ പാക്കറ്റ് ജ്യൂസുകളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെറിയ അളവിൽ കഴിച്ചാൽ തന്നെ ശരീരത്തിലേക്ക് വലിയ അളവിൽ കാലറീസ് ശരീരത്തിലേക്ക് വരുന്ന സംഗതികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 2 ഐസ്ക്രീം കഴിക്കുമ്പോഴേക്കും ഒരു ബിരിയാണി, 2 സ്കൂപ്പ് ഐസ്ക്രീം കഴിക്കുമ്പോഴേക്കും ഒരു ബിരിയാണി കഴിച്ചതിനത്രം ശരീരത്തിലേക്ക് പിന്നെ കാലറി എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിക്കുന്നത് വളരെ ലിമിറ്റഡായിട്ട്, കുട്ടികളൊക്കെ വളരെ ലിമിറ്റഡായിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല പൊണ്ണത്തടി, കേക്കൊക്കെ തന്നെ പൊണ്ണത്തടിയും വെയിറ്റ് ഗെയിൻ, നല്ല പൊണ്ണത്തടി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരിപ്പോൾ ഭാവിയിൽ ഒരു വലിയ അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചുരുങ്ങിയ അളവിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ സ്ഥിരമായി വലിയ അളവിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ പ്രശ്നമാണ്. പിന്നെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന അമിതമായ അളവിൽ എരിവ് ഉപയോഗിക്കുക എന്നുള്ളത്. എരിവിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എരിവ് തിരിച്ചറിയാനുള്ള ഒരു രുചി മുകുളം നമ്മുടെ വായിലില്ല. എരിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിലുള്ള കോശങ്ങൾക്ക് മുളക് കാരണമുള്ള ചെറിയ മുളകിലുള്ള പദാർത്ഥങ്ങൾ കാരണമുള്ള ചെറിയ ഇഞ്ചുറീസ് കാരണമുള്ള മുറിവുകൾ കാരണമുള്ള വേദനയാണ് നമുക്ക് എരിവായിട്ട് അനുഭവപ്പെടുന്നത്. അല്ലാണ്ട് എരിവ് ഒരു രുചിയല്ല. അപ്പോൾ വലിയ അളവിൽ എരിവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വായിൽ മുറിവുണ്ടാവുന്നത് പോലെ തന്നെ നമ്മുടെ അന്നനാളത്തിലും ആമാശയത്തിലൊക്കെ ചെറിയ ചെറിയ അൾസറുകൾ ഡെവലപ്പ് ചെയ്യാൻ കാരണമാവും. അമിതമായ അളവിൽ എരിവ് ഉപയോഗിക്കുന്നത് നമ്മൾ നന്നായിട്ട് കുറയ്ക്കേണ്ടതുണ്ട്. പിന്നെ നമ്മളൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്ന ചായ, കാപ്പി, ഇതൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾക്കൊന്നും ചായ കുടിക്കാതെ ജീവിക്കാൻ പറ്റില്ല. ചായ കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തലകുനിച്ചിരിക്കും. ചായ ഇല്ലാത്തൊരു ജീവിതം, നമ്മൾ ചായക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ ചായയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്രശ്നം തന്നെ ഈ അഡിക്ഷനാണ്. ചായ കുടിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല, അത് തന്നെ അതിൻ്റെ ഒരു പ്രശ്നമാണ്. രണ്ടാമത്തത് അത് തലവേദന ഉണ്ടാക്കാം, പിന്നെ ഒരു മന്തിപ്പ് പോലെ വരാം, നമുക്ക് അമിതമായ ടെൻഷൻ ഉണ്ടാക്കാം, ഗ്യാസ്ട്രോഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാക്കാം. അങ്ങനെ കുറേ ഏറെ പ്രശ്നങ്ങൾ അമിതമായ അളവിൽ ഉപയോഗിച്ചാൽ ചായക്കും കാപ്പിക്കും ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ നമ്മൾ മെൻഷൻ ചെയ്യാത്തൊരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യമാണ്. മത്സ്യം നമുക്കറിയാം, മത്സ്യത്തിന് 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, അത് ഫോർമാലിൻ ഉപയോഗിച്ചിട്ടുള്ള മത്സ്യം നമുക്കറിയാം എല്ലാവർക്കും. ഫോർമാലിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അഴുകി പോവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്. അത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. അത് ഉപയോഗിച്ച് പ്രിസർവ് ചെയ്തിട്ടുള്ള മത്സ്യം എന്തായാലും കഴിക്കാൻ പാടില്ല. രണ്ടാമത്തത്,
പിന്നെ മത്സ്യം ത്തിൽ ഉപയോഗിക്കുന്ന ഐസ്, അമോണിയ ചേർത്തിട്ടുള്ള ഐസാണ് പലപ്പോഴും മത്സ്യം ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും പരമാവധി അങ്ങനെ ഉള്ളത് ഉപയോഗിക്കുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, അമോണിയ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ചീഞ്ഞ മത്സ്യവും ചീഞ്ഞ ചിക്കനാണെങ്കിലും ഒന്നും ചീഞ്ഞത് തീരെ കഴിക്കാൻ പാടില്ല. നമ്മളൊക്കെ ബാക്കിയുള്ള സാധനമൊക്കെ ചീഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കില്ലെങ്കിലും മത്സ്യം കുറച്ച് ചീഞ്ഞതാണെങ്കിൽ പോലും നമ്മൾ കഴിക്കുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ചീഞ്ഞതാണ് എങ്കിൽ അത് പഴുപ്പ് വന്നിട്ട് തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ബാക്ടീരിയ അതിൻ്റെ അകത്തുണ്ടാകും. അതൊരു കാരണവശാലും നമ്മൾ കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മളുടെ സമൂഹത്തിന് വരുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വ്ളോഗർ വന്ന് അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം നമ്മളെ പരിചയപ്പെടുത്തി തരും. പിന്നെ എല്ലാവരും കൂടി വണ്ടിയും പിടിച്ച് അവിടെ പോയി അത് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു തരം പബ്ലിസിറ്റി കാരണം നമ്മളെല്ലാ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പോയി കഴിക്കുക. അതിൻ്റെ അകത്ത് എന്താണ് ചേർത്തതെന്നോ എന്താണ് കൂട്ടിയതെന്നോ ഒന്നും നമുക്കറിയില്ല. ഒരു കാലത്ത് ഫുൾ ജാർ സോഡ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു അത്. എല്ലാവരും അത് പോയി കഴിക്കുകയും റീൽസ് ഉണ്ടാക്കുകയും ഫോട്ടോ ഇടുകയും വീഡിയോ ഇടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഇത്തരം ആഡുകൾ ഹോട്ടലുകളുടെ പരസ്യങ്ങളിൽ ചെന്ന് പെട്ടിട്ട് നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ, അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പരീക്ഷിച്ച് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ഭക്ഷണ ശൈലികളുണ്ട് പുതിയ തലമുറയുടെ. അതിലൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കരുത്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റാണ് സ്കിപ്പ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ ബ്രെയിൻസ് ഫുഡ് എന്നാണ് പറയുന്നത്. തലച്ചോറിന് അതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് രാവിലത്തെ ഭക്ഷണം. അപ്പോൾ രാവിലത്തെ ഭക്ഷണം ഒരു കാരണവശാലും കുറയ്ക്കരുത്. രാത്രിയത്തെ ഭക്ഷണം പരമാവധി കുറച്ച് കഴിക്കുക, ഉറങ്ങുന്നതിൻ്റെ കുറച്ച് നേരത്തെ കഴിക്കുക എന്നുള്ളതാണ് നല്ല ശീലം. നമ്മളെല്ലാവരും നേരെ തിരിച്ചാണ് ചെയ്യുക. രാത്രി ഭക്ഷണം ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കുകയും ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കഴിക്കുകയും ചെയ്യും. രാവിലത്തെ പരമാവധി എല്ലാവരും ഒഴിവാക്കുകയും ചെയ്യും. പിന്നെ ഉള്ളത് രാത്രിയിൽ അമിതമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ശീലം, അത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് ഭക്ഷണം കഴിക്കുന്നത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. പിന്നെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു തീർക്കുക എന്നുള്ളത് നല്ലൊരു ശീലമല്ല. പിന്നെ ടി വി കാണുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ ഒക്കെ പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് ഭക്ഷണത്തിൻ്റെ കൃത്യമായ ഒരു അളവ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പിന്നെ ജങ്ക് ഫുഡ്സ് കഴിക്കാതിരിക്കുക, ചീറ്റൂസ്, ലേസ്, അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഇതേപോലെ ഈ പൊരിച്ച സാധനങ്ങൾ ഒരുപാട്, നമ്മൾ വറുത്തെടുത്ത സാധനങ്ങൾ ഒരുപാട് ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ എൻഡ്ലെസ് സ്നാക്കിംഗ് എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ സ്നാക്കുകൾ കഴിച്ചുകൊണ്ടിരിക്കുക, അതും ശരീരത്തിന് ദോഷകരമായി ദീർഘകാലം നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രയാസകരമായി വരാൻ സാധ്യതയുണ്ട്. പിന്നെ വയറിൻ്റെ 1/3 ഭാഗം ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു സംഗതിയുണ്ട്. പലപ്പോഴും നമ്മൾ പറയുകയാണെങ്കിലും നമ്മളാരും ആ ഒരു ലെവലിലേക്ക് എത്താറില്ല എന്നുള്ളതാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, ഇരുന്നുണ്ണരുത് കിടന്നുറങ്ങരുത് എന്നത്. ഇരുന്നുണ്ണരുത് കിടന്നുറങ്ങരുത് എന്നല്ല മാഷ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഉണ്ണാനായിട്ട് ഇരിക്കാൻ പാടില്ല, ഉറങ്ങാനായിട്ട് കിടക്കാൻ പാടില്ല എന്നുള്ളത്. നമ്മൾ അങ്ങനെ മെനക്കെട്ട് ചെയ്യരുത്. അതായത് ആവശ്യം വിശക്കുമ്പം ഭക്ഷണം കഴിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ 3 സ്റ്റേജുകളുണ്ട്. ഒന്ന്, ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറുന്നൊരു സ്റ്റേജ് ഉണ്ട്. രണ്ടാമത്തെ സ്റ്റേജ് വയറ് നിറയുന്ന സ്റ്റേജാണ്. മൂന്നാമത്തെ സ്റ്റേജ് എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഈ 3 സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തണമെന്നാണ് പറയുന്നത്. അതായത് വിശപ്പ് മാറുമ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ നിർത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതൊക്കെ നമ്മുടെ ഭക്ഷണ രീതികളിലും ഭക്ഷണ പദാർത്ഥങ്ങളിലുമുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് ഇത് ചർച്ച ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ഒരു പരിധി വരെ ജീവിത ശൈലി രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള പ്രശ്നങ്ങളും ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകൾ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങളിലുള്ള മായവും അതുപോലെയുള്ള വിഷാംശങ്ങളും കാരണം തന്നെയാണ് ഒരു പരിധിവരെ ഈ പുതിയ തലമുറയിലെ രോഗങ്ങൾ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ടാമത് ഒരു വശമായിട്ട് വരുന്നത് നമ്മുടെ ഉറക്കം എന്നുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിയായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും. ഉറക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിലെ ഞരമ്പുകളും അതിനൊക്കെ ഒരു വിശ്രമത്തിൻ്റെ ഒരു സമയമാണ്.
അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ആ സമയം കൊടുക്കുക തന്നെ വേണം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള ഊർജം കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു 7-7.5 മണിക്കൂർ നിർബന്ധമായിട്ടും ഉറങ്ങേണ്ടതുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യുന്ന പോലെ വളരെ വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു ശീലം ശരീരത്തിന് നല്ലതല്ല. നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഒരു സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, പിന്നെ ഉറക്കത്തിന് മുമ്പ് ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പകലൊക്കെ പോയി ഉറങ്ങാതിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്ലീപ്പ് ഹൈജീനിൽ ഉൾപ്പെടുന്ന ഒരു സംഗതി. ഇതിൻ്റെ നമ്മളിതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത് ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനെ കുറിച്ചാണ്. അപ്പോൾ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിൽ എനിക്ക് പിന്നെ ഏകദേശം എന്തുകൊണ്ടാണ് ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ വളരെ കൂടിയത് എന്നുള്ളത് ഏകദേശം മനസ്സിലായി കാണും. അപ്പം ഇതിൻ്റെ സംഗതി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള 2 ആയത്തുകളാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളുമായിട്ട് ഓതി വെച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ആയത്തുകൾ ഒന്ന് സൂറത്തുൽ ബക്കറയിലെ 118 ആയത്താണ്. അതിൽ ഹലാലൻ തൊയ്യിബൻ എന്ന് ഉള്ളൊരു പരാമർശമുണ്ട്. ഹലാൽ എന്ന് പറഞ്ഞിട്ടുള്ള പരാമർശം നമുക്ക് അറിയാം, പിന്നെ നമ്മളൊരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിൽ തൊയ്യിബ് വിശിഷ്ടമായത് കഴിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ്റെ ഒരു അധ്യാപനമാണ്. ഞാൻ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും തൊയ്യിബൻ എന്നുള്ള ഒരു വിശുദ്ധ ഖുർആനിലെ പ്രയോഗത്തിൻ്റെ വിശദീകരണമാണ്. വിശിഷ്ടമായതേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ, അത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ്. രണ്ടാമത്തത് സൂറത്തുൽ ആറാഫിലെ 31 വചനത്തിൽ പറയുന്നുണ്ട്, വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അതായത് നിങ്ങൾ അമിതമാക്കരുത്, അമിതമാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. അതായത് ഭക്ഷണം അമിതമായി കഴിക്കരുത് എന്നുള്ളതാണ്. അത് കാലറിയുടെ കാര്യത്തിലായാലും അളവിൻ്റെ കാര്യത്തിലായാലും നമ്മൾ ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 2 വചനങ്ങളാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന അടുത്ത ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള ആരോഗ്യമാണ്. ശാരീരികമായ ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ നല്ലൊരു മനസ്സുണ്ടാവൂ. തിരിച്ചും അങ്ങനെ തന്നെയാണ്. നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ നല്ല ശാരീരിക ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം മാനസിക ആരോഗ്യം എന്നുള്ളത് അവന് കിട്ടുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റാണ്. അതായത് നമ്മൾക്ക് വരുന്ന പരീക്ഷണങ്ങൾ മൂലം തകർന്നു പോകുന്നതുകൊണ്ടാണ് പല മാനസിക പ്രശ്നങ്ങളും നമുക്ക് വരുന്നത്. എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ ഫാമിലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടോ അസുഖങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനസികമായി തകർന്നു പോവുകയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ പെട്ടതാണ് മാനസിക പ്രശ്നങ്ങൾ. സൈക്കോളജിസ്റ്റുകളുടെ അടുത്തും അതേപോലെ തന്നെ സൈക്യാട്രി ഡോക്ടർമാരുടെ അടുത്തൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു കൗൺസിലറുടെ അടുത്ത് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, പടച്ചോനിൽ വിശ്വാസമുള്ള ആളുകൾക്ക് നമുക്ക് കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ സൂറത്തുൽ അൻആമിൽ 42 വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, വലക്കത് അർസൽന ഇലാ ഉമമിൻ മിൻ ഖബലിക വഹസ്നാഹും ബിൽ ബാസായി വല്ലറായി ലഅല്ലഹും യതളറഊൻ. നിനക്ക് മുമ്പ് നാം പല സമൂഹങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. അവരെ ആ സമൂഹങ്ങളെ കഷ്ടപ്പാടും ദുരിതവും കൊണ്ട് നാം പിടികൂടി അവർ വിനയശീലരായി തീരുവാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ വിനയാന്വിതരാവാൻ വേണ്ടിയാണെന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൂറത്തുൽ ബക്കറയിലെ 155 വചനത്തിൽ വല നബ്ലുവന്നക്കും ബിഷൈഇം മിനൽ ഹൗഫി വൽ ജൂയി വനക്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഇത് വിശുദ്ധ ഖുർആൻ്റെ വല്ലാത്തൊരു സമീപനമാണ്. അതായത് നമ്മൾക്ക് പിന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ ഈ ലോകത്തിൽ ലഭിക്കും. അത് പല രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ചില ആളുകൾക്ക് സാമ്പത്തിക പ്രയാസമായിരിക്കും, ചില ആളുകൾക്ക് മരണം മൂലമുള്ള പരീക്ഷണമായിരിക്കും, ചില ആളുകൾക്ക് പിന്നെ കൃഷി നഷ്ടമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പിന്നെ
ദാരിദ്ര്യം കൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, പട്ടിണി കൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, ചില ആളുകൾക്ക് അങ്ങനെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക എന്നുള്ള, ക്ഷമിക്കുന്നവർക്ക് ആണ് സ്വബർ എന്നുള്ള ഒരു സംഗതി ഈ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന്, മാനസികാരോഗ്യത്തിന് ഏറ്റവും വലിയൊരു സംഗതിയാണ്. ഇസ്ലാം ക്ഷമക്ക് കൊടുത്തിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും നമസ്കാരത്തോട് ചേർത്ത് ക്ഷമ പറയാനുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ അത് മാനസികമായ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സംഗതിയാണ് ക്ഷമിക്കുക എന്നുള്ളത്. ക്ഷമിക്കാനുള്ള കഴിവ് നമ്മളെ വല്ലാതെ മാനസികാരോഗ്യമുള്ള ഒരാളായി വളർത്തും. അപ്പം നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ പല പ്രശ്നങ്ങളും നമുക്ക് കവർ ചെയ്ത് പോവാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മനുഷ്യന് ആരോഗ്യമെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ അത് രണ്ടും കൂടി ചേർന്നാണ്. മാനസികമായിട്ടുള്ള ആരോഗ്യവും ശാരീരികമായിട്ടുള്ള ആരോഗ്യവും. അസുഖങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാൻ്റെ പരീക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് നമ്മളെ അസുഖങ്ങൾ അവൻ്റെ തിന്മകളെ മായ്ച്ചു കളയും എന്നുള്ളത് തന്നെയാണ്. അപ്പം പടച്ചവൻ്റെ പരീക്ഷണങ്ങളായി അസുഖങ്ങളെ നമ്മൾ കാണുകയും നമ്മൾക്ക് പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വില നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളായിട്ട് ഇവയെ കാണുകയും അതിൽ ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓരോ വിശ്വാസിയുടെയും കടമ. ഇതാണ് ഇസ്ലാമിൻ്റെ ആരോഗ്യ നയം എന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വിഷമിക്കുന്നതിലുപരി എനിക്ക് പടച്ച തമ്പുരാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ടിക്കറ്റായിട്ടാണ് ഈ അസുഖത്തിന് അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷണത്തെ തന്നിട്ടുള്ളത്. അതിൽ ഞാൻ ക്ഷമിക്കുകയും പടച്ചവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ സ്വർഗത്തിലേക്ക് എനിക്കിതൊരു മുതൽക്കൂട്ടാവും എന്നുള്ളൊരു ചിന്ത നമ്മൾ ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ രോഗങ്ങളെയും പരീക്ഷണങ്ങളെയും സമീപിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ അത്തരം നല്ല സത്യവിശ്വാസികളിൽ ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരെയും പടച്ച തമ്പുരാൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.